എന്താ പേര് പറഞ്ഞത്? ചന്ദ്ര. ആ, ആരെ വിവാഹം കഴിക്കണം എന്നുള്ളത് അവനവന്റെ ഇഷ്ടമാ. ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാവൂ. അത് കഴിഞ്ഞ് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇവിടെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. എന്റെ മോള് റാണി കൂട്ടിനുണ്ടാവുകയും ചെയ്യും. ഏട്ടാ, ഞാൻ കല്യാണം കഴിച്ച് അയച്ചെങ്കിലും ഈ പെണ്ണ് വന്ന് വീട്ടിൽ നിൽക്കുക. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. വേലായുധം ചത്തിട്ടൊന്നുമില്ലല്ലോടി. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ചെയ്യും ചെയ്യും. ചെയ്യേണ്ട ആള് ഇപ്പോഴും അടിയും പിടിയായിട്ട് നടക്കുക. എടി, ഇത് അവന്മാരുണ്ടാക്കി കൊണ്ടുവന്ന പ്രശ്ന. പണ്ടെങ്ങോ നടന്ന കാര്യം പറഞ്ഞ് തല്ലാമെന്ന കയ്യും കെട്ടി നോക്കി നിൽക്കാനേ ഈ വേലായുധനെ കിട്ടില്ല. ചത്ത് വീഴുന്നത് വരെ ഞാൻ പൊരുതും. എന്നെ അവന്മാർക്ക് ശരിക്കും അറിഞ്ഞൂടാ. നിങ്ങൾ ഒരു കാലത്ത് നന്നാവില്ല മനുഷ്യ. എന്ത് കാഴ്ചയാണോ വന്നിക്കോടി? അകത്ത് വല്ല പണിയുണ്ടോ നോക്ക്. എന്താടാ? ചേട്ടൻ എന്നോട് അന്ന് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ആ, ഈ വീടാ കൊടുക്കാനുള്ളത്. ഞങ്ങളപ്പുറത്ത് ചായ്പിൽ താമസിക്കും. എന്ന താമസത്തിന് ഞാൻ ഒരു പാർട്ടി കൊണ്ടാ വന്നിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്ന കൂട്ടരാണോടാ? എന്റെ സ്വന്തം ആശന്റെ പെങ്ങളുവാ. ചെല അത് ചന്ദ്ര, ആശന്റെ പെങ്ങളാ. ചന്ദ്രയുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് വീട്ടുകാരായിട്ടൊന്ന് ഉടക്കി. അപ്പൊ കുട്ടിയുടെ കല്യാണം നടക്കുന്നത് വരെ ഈ കുട്ടിക്കൊരു സംരക്ഷണം വേണം. ഞാൻ നോക്കിയിട്ട് വേലതേട്ടന്റെ ഈ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ സംരക്ഷണം വേറെ എവിടെ കിട്ടാനാ? അതെനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ പുലിവാലാവൂലല്ലോ. ഏയ്, ഒരു പുലിവാലും ആവില്ല. മാത്രമല്ല, പറയുന്ന കാശും തരും. കാശിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കൊച്ചു എവിടത്തെന്നാ പറഞ്ഞ്? വലിയ പുള്ളിയുടെ മകളാ, മാണിക്കോത്തെ മഹേന്ദ്ര മുതലാളിയുടെ. ഓ, വലിയ പുള്ളിയല്ല, വലിയ പുലി അല്ലടാ. വേലായുധന് ഏറ്റുമുട്ടേണ്ടത് ഒരു പുലിയോടാണെന്ന് സാരം. ആ പുലിയുടെ മകനാണ് ഞാൻ. പാടി ശിവൻ. 2 ദിവസം, അത് കഴിഞ്ഞ ഇവളുടെ കല്യാണമാ. അതുവരെ ചേട്ടന്റെ ഒരു നോട്ടം ഉണ്ടായാൽ മതി. കല്യാണം നടക്കുമ്പോ നടക്കട്ടെ, എനിക്ക് വാടക കിട്ടിയാ മതി. പിന്നെ എനിക്കുണ്ടൊരു മോള്, ദേ നിൽക്കുന്നു. അതാണ് വള്ളിയാണെങ്കിലും കയറി പിടിച്ചത്. എന്താ പേര് പറഞ്ഞത്? ചന്ദ്ര. ആ, ആരെ വിവാഹം കഴിക്കണം എന്നുള്ളത് അവനവന്റെ ഇഷ്ടമാ. ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാവൂ. അത് കഴിഞ്ഞ് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇവിടെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. എന്റെ മോള് റാണി കൂട്ടിനുണ്ടാവുകയും ചെയ്യും. ഏട്ടാ, ഞാൻ തൽക്കാലം നീ ഇവിടെ നിൽക്കേ. അച്ഛന്റെ കയ്യിൽ പെടാതിരിക്കാൻ നമുക്ക് മറ്റു മാർഗമില്ല. എങ്ങോട്ടാ സാറേ? അത് എങ്ങോട്ട് നടത്താൻ താൻ വരത്തുള്ളോ? അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ വാ. ഒന്ന് വെയിറ്റ് ചെയ്യേ. വായോട്. സാറേ, നമ്മൾ തന്നെ സാറേ ഇവിടെ വന്നിരിക്കുന്നത്? എടോ,
ശാലിനിയുടെ വിഷുവിന് വെഡിങ് ആനിവേഴ്സറിയിൽ വരുന്നേ രണ്ടുപേർക്ക് ഓരോ മോതിരം വാങ്ങാന്ന് കരുതി. ഒരു അച്ഛൻ്റെ സ്ഥാനം തന്നെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ആ സങ്കടം എനിക്ക് മാറ്റണമെന്നുണ്ടേ. സാറേ, ആവശ്യത്തിന് അവർക്ക് മോതിരോ മാലയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതൊരു അധിക ചെലവല്ലേ സാറേ? ഒരധികം ചിലവില്ലെന്നേ. കുറെ നാളായിട്ട് എന്റെ മനസ്സിൽ തോന്നിയ ആഗ്രഹമാ. എനിക്ക് ഇപ്രാവശ്യം അത് ചെയ്യണം പിള്ളേ. ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെന്ന് പറഞ്ഞ് നടന്നിരുന്ന കാര്യം. സ്വർണത്തിനൊക്കെ ഇപ്പം വലിയ വിലയല്ലേ? ഈ പറയുന്നതൊക്കെ വാങ്ങാനുള്ള കാശ് കയ്യിലുണ്ടോ? എടോ, കാശൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടേ. താൻ പിടിച്ചിരിക്കുന്ന കവറിനകത്തെ അതിനുള്ള കാശുണ്ട്. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? എല്ലാ കറികളും തുറണോ? ആ പിന്നെ താനും കിട്ടോ? ഈശ്വര, കാശുമൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്താ സാർ, എന്താ വേണ്ടത്? നല്ല രണ്ട് മോതിരം നോക്കി സെലക്ട് ചെയ്യണം. സാർ ഇങ്ങോട്ടിരിക്കാം. ആ ഒന്നുകൂടെ വേണം. ശരി സാർ. ഇതേ കേട്ടെ, ഒരു താരം കൂടെ വേണേ. ആ നോക്കാം. ആ സാറേ, താലിയോ? അതെന്തിനാ? തന്നെ കല്യാണം നടത്താൻ. ചുമ്മാ കൂടെ ചോദ്യമൊന്നും വേണ്ട. ഇവിടെയല്ലോ. ആ പിന്നെ ആ മുതലേ അത് രണ്ടെണ്ണം വേണേ. ശരി സാർ. പെണ്ണിനും ചെറുക്കനെ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറുള്ളതാ. ഓക്കെ. സാറേ, താലി എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. എടോ, രണ്ട് മുതൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറുമില്ലയോ? ഒരു താലിയും കൂടെ അങ്ങോട്ട് കെട്ടാലോ? ആ ആ അതൊന്ന് കാണിച്ചേ. അതാ ഇത് കൊള്ളാടോ, നോക്കടോ. ആ, കൊള്ളാം സാറേ. അളവും കറക്റ്റ് ആയിരിക്കും. ആ വെഡിങ് ആനിവേഴ്സറി നടത്താൻ തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ എതിർത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? വാങ്ങിക്കട്ടെ. താലി നോക്കട്ടെ. ഇതാ. ദാ താലി വേണോ സാറേ? ഒരിക്കൽ കെട്ടിയതല്ലേ? അല്ല, പറഞ്ഞെന്നേ ഉള്ളൂ. ഇതേ ആ മുഹൂർത്തിന്റെ ഈ താലയുടെയും കൂടെ തൂക്കി ഗ്രാമം നോക്കിയേ. അപ്പൊ അത് വെച്ചോ. ആ ഒരു താലി, ആ രണ്ട് മോതിരവും. ആ ശരി സാർ. ഇടപിള്ളേ, വാ നമുക്ക് പണം അടിച്ചിട്ട് വരാം. പിന്നെ ദാനത്തിലുള്ള കണക്കുപിള്ളേ നടക്കുന്നേ. ഇടപിള്ളേ, ആ കാശ് കൊടു. ഇങ്ങോട്ട് കൊടു.